കെ സുരേന്ദ്രൻ പറയുന്ന കാര്യം, എൻ്റെ അടുത്ത് പൈസ ഇല്ല. ഇവിടെ ലീഗുകാർ ബൂത്ത് കമ്മിറ്റി പ്രസിഡന്റുമാരുടെ കയ്യിൽ പോലും കോടിക്കണക്കിന് ഉറുപ്പിയാണ്. എൻ്റെ അടുത്ത് പൈസ ഇല്ല. ഒന്ന് നോക്കൂ, കേരളത്തിൽ ഏറ്റവും കുറച്ച് ഫ്ലക്സ് വെച്ചിട്ടുള്ളത് ഞാനാണ്, ഏറ്റവും കുറച്ച് വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് ഞാനാണ്, ഏറ്റവും കുറച്ച് ബിൽ ബോർഡ്സ് വെച്ചിട്ടുള്ളത് ഞാനാണ്. ഞാനിങ്ങനെ ആളുകളെ കാണാൻ, എനിക്ക് ആകെയുള്ള പ്രയാസം ആളുകളെ കാണാനുള്ള സമയം കിട്ടുന്നില്ലെന്ന് മാത്രമാണ്. എൻ്റെ അടുത്ത് 5 പൈസ ഇല്ലയെന്ന്. പക്ഷേ ശോഭാജി കുറച്ച് പൈസ സുരേന്ദ്രന് കൊണ്ട് കൊടുത്തിരുന്നെങ്കിൽ ആ മനുഷ്യൻ കുറച്ച് വിസിബിലിറ്റി ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു. എനിവേ, ഇത് മൊത്തത്തിൽ കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഹെലികോപ്റ്ററിൽ 2 മണ്ഡലങ്ങളിൽ മത്സരിച്ച ഇത്തവണ എൻ്റെ അടുത്ത് കാശില്ല എന്നാണ് ഇത് ആ ഇൻ്റർവ്യൂ മുഴുവൻ കണ്ടു കഴിഞ്ഞു. അതിൽ ആദ്യം മുതൽ അവസാനം വരെ ഫുള്ള് കാശില്ലാത്ത കാര്യമാണ് പറയുന്നത്. ഒരു മോക്കറിയായി മാറിയിട്ടുണ്ട് BJPയുടെ ഇലക്ഷൻ പെർഫോമൻസ്, ഇലക്ഷൻ അവരുടെ ഇടപെടലെന്ന് പറയുന്നത്. ഇത്തവണ പക്ഷേ അതെല്ലാം മാറ്റി പറഞ്ഞതുപോലെ പ്രൊഫഷണലായിട്ട് അടിപൊളിയായിട്ട് ഒരു സെറ്റപ്പൊക്കെ ഉണ്ടാവും എന്നായിരുന്നു പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത്. അത് ഇല്ല എന്നുള്ളതല്ല. അവർ ക്യാമ്പയിൻ ഫ്രെയിം ചെയ്യുന്നതിലൊക്കെ തുടക്കത്തിൽ ആ നിലക്ക് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ V മുരളീധരൻ ഇവിടെ മത്സരിക്കും, കഴക്കൂട്ടത്ത് മത്സരിക്കുന്നു. അദ്ദേഹം ഈ പറഞ്ഞ ദൃശ്യമാധ്യമങ്ങളൊന്നും എവിടെയും കാണുന്നില്ല. അദ്ദേഹം അവിടെ കോൺസെൻട്രേറ്റ് ചെയ്ത് പണിയെടുക്കുകയാണ്. കാട്ടാക്കടയിൽ കൃഷ്ണദാസ് അവസാനം പിന്നെ പാകിസ്ഥാനോടാണ് മത്സരിക്കുന്നതൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ നിലക്ക് നമ്മളുടെ A ക്ലാസ് മണ്ഡലങ്ങളിൽ കോൺസെൻട്രേറ്റ് അവിടെ സവിശേഷമായി കോൺസെൻട്രേറ്റ് ചെയ്ത് പണിയെടുക്കുക. ബാക്കി എന്തോ ആയിക്കോട്ടെ എന്നുള്ളതാണ് എന്നുള്ളത്. ബാക്കി സ്ഥലങ്ങളിൽ വേറെ ചില കച്ചവടങ്ങൾ നടത്താം, വേറെ ചില ഡീലുകൾ നടത്താമെന്നുള്ളതായിരിക്കാം അവർ തീരുമാനിച്ചിട്ടുണ്ടാവുക. പക്ഷേ ആ ഡീലും പൊളിഞ്ഞു. ആ ഡീൽ പൊളിഞ്ഞത് അത് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രചാരണായുധമായി. ഈ ശോഭാ സുരേന്ദ്രൻ മീഡിയ വണ്ണോട് കലികേറുന്നത് ആദ്യമല്ല കേട്ടോ. ഈ ഇലക്ഷനിൽ ഒരാഴ്ച മുമ്പ് വേറെ നിലക്ക് കലികേറി ഓർമ്മയുണ്ടോ? മീഡിയ വണ്ണാണ് ഈ ഡീൽ മൊത്തം എല്ലാ ദിവസവും ഡീലിനെ കുറിച്ച് വാർത്ത ചെയ്യുന്നത്. നിങ്ങൾക്ക് വേറെ പണിയില്ലെന്നൊക്കെ ചോദിക്കുന്നുണ്ട് നമ്മൾ സാജിദ ജമലിനോട്. അപ്പോൾ അത് എഗൈൻ വിശ്വാസ്യത തകരുകയാണ്. ഈ സ്വന്തം അണികൾക്കിടയിൽ തന്നെ വിശ്വാസ്യത തകരുകയാണ്. കേരളത്തിൽ ഒരു സാധാരണ RSSകാരനെ സംബന്ധിച്ചിടത്തോളം CPMന് വോട്ട് ചെയ്യുക, CPM ആയിട്ടുള്ള ഒരു ഇടപെടൽ എന്ന് പറയുന്നത് മാനസികമായ പ്രശ്നമുള്ള സംഗതിയായിരിക്കും. പക്ഷേ നമ്മളുടെ നേതൃത്വം CPMുമായിട്ട് ഏതോ ഡീലിലെത്തുകയാണ് എന്നുള്ള ഒരു ധാരണ വരുന്നത് അവരുടെ തന്നെ ഒരു മൊറയിലിനെ ബാധിക്കുന്നതാണ്. രണ്ടാമത് CPMനെ അത് ബാധിക്കുന്നത്. ഈ ഇലക്ഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടേക്ക് ഹോം, അല്ലെ ഓരോ ഇലക്ഷനും ഓരോ വാചകങ്ങൾ, ഓരോ ആശയങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും. ഈ ഇലക്ഷൻ പ്രൊഡ്യൂസ് ചെയ്ത ഏറ്റവും പോപ്പുലറായ വാക്ക് എന്താണ്? CJP എന്നുള്ളതാണ്. സൈദ്ധാന്തിക തലത്തിൽ ഇടതു ഹിന്ദുത്വയും ഒരു പോപ്പുലർ കൾച്ചറിൻ്റെ ഭാഗത്ത് CJP എന്നുള്ളൊരു വാക്ക് അത്രയധികം പോപ്പുലറൈസ് ചെയ്യപ്പെട്ടു. അങ്ങനെ ജനകീയവൽക്കരിക്കപ്പെടാൻ മാത്രം ഈ ഒരു സംഗതി നിലനിൽക്കുന്നു എന്ന ധാരണ അത് ജനങ്ങളിലേക്ക് വന്നു. അതിലിതും വളരെ പ്രധാനപ്പെട്ട ഘടകമായിട്ടുണ്ട്.